നമ്മുടെ ക്രിസ്തീയ ജീവിതം വിജയകരമാകാൻ, നമ്മുടെ ആത്മീയ ജീവിതം വിജയകരമാകാൻ, നമ്മുടെ കുടുംബ ജീവിതം വിജയകരമാകാൻ, നമ്മുടെ പൊതുമേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ വിജയകരമാകാൻ, നമ്മുടെ സാമ്പത്തിക മേഖലകൾ വിജയകരമാകാൻ എവിടെയെല്ലാം നാം തിരുത്തപ്പെടണം, എവിടെയെല്ലാം നാം പണിയപ്പെടണം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ച് കവിയുമാറാക്കി ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടുമെണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മളുടെ ഇടയിൽ തമ്മിലും പരസ്പരവും ഒക്കെ ആ കർത്താവിലുള്ള സ്നേഹം വർദ്ധിച്ച് കവിയണമെന്നുള്ളതാണ്. തെസ്സലോനിക്ക സഭ അങ്ങനൊരു സഭയായിരുന്നു. അതിനുവേണ്ടി നമ്മൾ സ്നേഹത്തിൽ വേരൂന്നണം. ആ വേര് ഇറങ്ങേണ്ടത് സ്നേഹമാകുന്ന ക്രിസ്തുവിലായിരിക്കണം. തെസ്സലോനിക്ക സഭയെ മറ്റുള്ള സഭകളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. സഹോദരങ്ങളെ സ്നേഹിക്കുക, കരുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഇനി പറയേണ്ട, പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കതോനിയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും നിങ്ങൾ അങ്ങനെ ആചരിച്ചു വരുന്നല്ലോ. നിങ്ങൾ പ്രസംഗം എഴുതിയെടുത്തവർ മാത്രമല്ല, നിങ്ങൾ വചന ശുശ്രൂഷ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞവരല്ല. നിങ്ങൾ സ്നേഹിക്കണമെന്നും കരുതണമെന്നും പരസ്പര സ്നേഹവും ബഹുമാനവും ഉണ്ടാകണമെന്നുള്ള ആ ദൈവിക സത്യങ്ങളെ ഗ്രഹിച്ച് പ്രായോഗിക തലത്തിൽ അതിനെ കൊണ്ടുവന്ന് അതിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഇനി ആ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല എന്ന് തെസ്സലോനിക്ക സഭയോട് പരിശുദ്ധാത്മാവ് അറിയിക്കുകയാണ്. അവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എല്ലാവർക്കും മറ്റുള്ള സഭകൾക്കും നിങ്ങൾ മാതൃകയായി തീർന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ. ദൈവത്താൽ കരുതപ്പെട്ടവർക്ക് മാത്രമേ മറ്റുള്ളവരെ കരുതാൻ കഴിയൂ. ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്നുള്ള ബോധ്യമുള്ളവർക്ക് മാത്രമേ എല്ലാവരെയും അംഗീകരിക്കാൻ കഴിയൂ. നമ്മുടെ ഹൃദയത്തിലെ കയ്പ്, അവഗണനകൾ, റിജക്ഷൻസ്, പെയിന്, വല്ലാത്ത പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരൊറ്റ പദത്തിനകത്ത് നിന്ന്, ആ ഒരൊറ്റ വാക്കിനകത്ത് നിന്ന് പൊട്ടി മാറുന്നതാണ്. അതുകൊണ്ട് 2-3 തവണ നിങ്ങളെ നോക്കി നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയണം, ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. രണ്ടാമതായി നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞാൻ ദൈവത്താൽ കരുതപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പേഴ്സിലിരിക്കുന്ന പണവും നിങ്ങൾ കഴിച്ച ആഹാരവും നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും നിങ്ങൾക്ക് ഇന്നേ നിമിഷം വരെ ലഭ്യമായതെല്ലാം എൻ്റെ ദൈവം എന്നെ കരുതിയതാണെന്ന ബോധമുള്ള എത്ര പേരുണ്ട്? 100% നിങ്ങൾ ദൈവത്താൽ കരുതപ്പെട്ട വ്യക്തിയാണ്. ഞാൻ ദൈവത്താൽ കരുതപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ള ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ സഹജീവികളെ, സഹപ്രവർത്തകരെ, ആവശ്യത്തിലിരിക്കുന്നവരെ കരുതാൻ പറ്റത്തുള്ളൂ. മൂന്നാമതായി ഞാൻ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ്. പത്രോസ് പറയുന്നുണ്ട്, ഏത് ജാതിയിലും തന്നെ ഭയപ്പെട്ട് തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ അവൻ വാസ്തവമായി അംഗീകരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അപ്പോൾ ഐ ആം അക്സെപ്റ്റഡ് ബൈ മൈ ലോർഡ് ജീസസ്. ഞാൻ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടയാളാണ്. എൻ്റെ ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്തു. നിങ്ങളെ പലരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ ഉത്തരം. നിങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ ഉത്തരം. നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണോ? ഇല്ലെന്നാണ് എൻ്റെ ഉത്തരം. എന്നാൽ അവിടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ അംഗീകരിച്ച ഒരു ദൈവമുണ്ട്, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തൊരു ദൈവമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അകത്തൊരു ബലമായി നിൽക്കണം. അതുകൊണ്ടാണ് യെശയ്യാ 54:17 പറയുന്നത്, നീതിയാൽ ഞാൻ സ്ഥിരമായി നിൽക്കും, പീഡനത്തോട് ഞാൻ അകന്നിരിക്കും, ഭീഷണികളോട് അകന്നിരിക്കും, എനിക്ക് ഭയപ്പെടാൻ ഏതുമില്ലല്ലോ. ആയുധങ്ങൾ തീർക്കുവാൻ കൊല്ലനെയും നശിപ്പിക്കുവാൻ സംഹാരകനെ നിയമിച്ചിരിക്കുന്നു, എങ്കിലും എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും